إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ذلك ومن يعظم شعائر الله فإنها من تقوى القلوب ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മത നൽകി ജീവിക്കണമേ എന്നും സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന അവസാന നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഹജ്ജിന്റെ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും വിശ്വാസികളായ ആളുകൾ ഹറമുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാലാവസ്ഥ ഒരൽപ്പം പ്രതികൂലമായിട്ടാണ് ഉള്ളത്. പൊതുവെ നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ചൂട് അവിടെയുണ്ട് എന്നാണ് പല സഹോദരങ്ങളും അവിടെ നിന്ന് വിളിക്കുമ്പോൾ അവർ പറയുന്നത്. പ്രത്യേകം അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളോടൊക്കെയും അവർ വസിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. ശക്തമായ ചൂട് ശരീരത്തിന് ഏറ്റുകഴിഞ്ഞാൽ അവരുടെ ഓരോ ആരാധനകളും നിർവഹിക്കേണ്ടതിന് തടസ്സം വരാതിരിക്കാൻ അല്ലാഹുവിൻ്റെ തൗഫീഖ് അവർക്ക് ലഭിക്കാൻ നമുക്കൊക്കെയും അവർക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വിശ്വാസികൾക്കും ആരോഗ്യത്തോടുകൂടി അവരുടെ ഓരോ കർമ്മങ്ങളും
നിർവഹിക്കുവാനുള്ള തൗഫീഖും ആഫിയത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഹജ്ജ് എന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ആരാധനാ കർമ്മമാണ്. ലോകത്തിന്റെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന, മനുഷ്യർക്കിടയിൽ യാതൊരു തരത്തിലുമുള്ള വേർതിരിവ് ഇല്ലാതെ ഏതെങ്കിലും ജാതീയതയോ അയിത്തമോ മാറ്റി നിർത്തലോ തൊട്ടുകൂടായ്മയോ ഒന്നും തന്നെ ഇല്ലാത്ത യഥാർത്ഥത്തിൽ സൃഷ്ടാവിന്റെ മതമായ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ആരാധന ജനങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്ന, കാണാൻ പറ്റുന്ന, അനുഭവിച്ചറിയാൻ പറ്റുന്ന മഹത്വരമായ ഒരു സംഗമമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ദുൽഹജ്ജ് 8-ന് അവര് ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം. ആ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്നത് അതുവരെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിമേൽ ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് വരെ അഥവാ തഹല്ലുലാകുന്നത് വരെ അവർക്ക് ഹറാമാകുന്നു എന്നതാണ് ഇഹ്റാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ കുളിച്ച് ശുദ്ധി വരുത്തണം. ആ കുളി കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ കുറച്ച് സുഗന്ധമൊക്കെ ഉപയോഗിക്കാം. കുളി കഴിയുന്നതോടുകൂടി ഇഹ്റാമിലേക്ക് ആകുന്നില്ല. ഇഹ്റാമിന്റെ വസ്ത്രം അണിയുന്നതും ഇഹ്റാമിലേക്കുള്ള പ്രവേശനം ആകുന്നില്ല. ഇഹ്റാമിന്റെ വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞ് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന നിയ്യത്തിനെ മനസ്സിൽ ഉറപ്പിച്ചു പുറത്തേക്ക് പറയുന്നതോടുകൂടിയാണ് ഓരോ ഹാജിമാരും ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിലെ ഒട്ടുമിക്ക ഹജ്ജല്ലാത്ത, ഉംറയല്ലാത്ത മറ്റുള്ള മുഴുവൻ ആരാധനകളും അത് നിർവഹിക്കപ്പെടുമ്പോഴുള്ള നിയ്യത്ത് മനസ്സിൽ കരുതുക എന്നത് മാത്രമാണ്. അത് പറയേണ്ടത് ആവശ്യമില്ല. ഞാൻ ഇന്ന നമസ്കാരം ഇത്ര റക്അത്തായിട്ട് നമസ്കരിക്കുന്നു എന്നുള്ള ഒരുവിട സംസാരം അങ്ങനെ ഒന്നില്ല. അത് കരുതുകയാണ്. നിയ്യത്ത് കരുതലാണ്. സകാത്തിന്റെയും നോമ്പിന്റെയും നമസ്കാരത്തിന്റെയും സ്വതക്കയുടെയും ഒക്കെ നിയ്യത്ത് മനസ്സിൽ കരുതലാണ്. എന്നാൽ ഹജ്ജിന്റെയും ഉംറയുടെയും അത് പുറത്തേക്ക് പറയണം എന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രഖ്യാപനം കൂടിയാണ്. ആ നിയ്യത്ത് വന്നു കഴിഞ്ഞാലാണ് ഓരോ ഹാജിയും ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഇഹ്റാമിലുള്ള ആൾക്ക് പിന്നീട് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. പിന്നീട് അവരുടെ ശരീരത്തിൽ നിന്ന് മുടി നീക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിന്റെ ഷറത്തുകളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്വന്തം ഇണയെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജിന്റെ ബാത്തിലായിരിക്കും. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ ഹജ്ജിന്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ മുഴുവനും പൂർത്തിയാക്കുകയും വേണം, ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുകയും ഇല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. ഗൗരവമുള്ളതും ഗൗരവം കുറഞ്ഞതും ഒക്കെ ഈ ഇഹ്റാമിൽ പ്രവേശിച്ചതിനു ശേഷം അവർക്ക് പാടില്ലെന്ന് പറഞ്ഞാൽ അത് അപ്പടി അംഗീകരിക്കുക എന്നതാണ് ഹജ്ജിന്റെ ഒരു പ്രത്യേകത. അതിന്റെ മറ്റേതെങ്കിലും വശങ്ങൾ ആലോചിക്കുവാനേ പാടില്ല, അവിടെ ചിന്തിക്കുവാനേ പാടില്ല. ഇപ്പോ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹാന്വേഷണങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞു. വിവാഹാന്വേഷണം നടത്തരുത്, വിവാഹിതരാവരുത്, വിവാഹത്തിനുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ഇപ്പൊ ധാരാളം ആളുകൾ പല ദേശത്തു നിന്നും വരുന്ന മലയാളികൾ തന്നെ ഓരോ ടെന്റുകളിൽ പല സ്ഥലത്ത് വന്നവരുണ്ടാവും. ഇഹ്റാമിലാണ്. അവര് മിനയിൽ ഒരുമിച്ച് കൂടി രാവിലെ ളുഹറിന് മുമ്പ് അറഫയിലേക്ക് പോകുന്ന സമയത്തിന് മുമ്പ് അവർ
അവർ മിനയിൽ ടെന്റിലുണ്ടോ? പരിചയപ്പെടുമ്പോ വീട്ടിലെ മക്കളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോ കെട്ടിക്കാനുള്ള കുട്ടികളുണ്ടോ, ആൺകുട്ടികളുണ്ടോ, പെൺകുട്ടികൾ, ഇതൊന്നും സംസാരത്തിൽ വരരുതെന്നാണ്. നമ്മൾ വിചാരിക്കുക അതെന്താ, അതൊരു വലിയ ഗൗരവമുള്ളതാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അവിടെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളല്ല അവിടെ നിങ്ങൾ നിർവഹിക്കേണ്ടത്. നിങ്ങളുടെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തഹല്ലുലാകുന്നത് വരെ, തഹല്ലുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലാലിലേക്ക് വീണ്ടും വന്നു എന്നതാണ്. ഇഹ്റാമിലൂടെ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹറാമായിരുന്നോ അതൊക്കെയും വീണ്ടും നിങ്ങൾക്ക് ഹലാലാകുന്ന ഒന്നിനെയാണ് തഹല്ലുൽ എന്ന് പറയുന്നത്. ഇനിമേൽ അതൊക്കെയും ഹലാലാണ്. ഇണകളുമായിട്ടുള്ള ബന്ധപ്പെടലും കാര്യങ്ങളും ഒക്കെ തഹല്ലുലോടുകൂടി അവർക്ക് പഴയ പോലെ തന്നെ ആയി എന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ വലിയ ഗൗരവമുള്ളതാണോ എന്ന് വെറുതെ ആലോചിച്ചു പോകാൻ മാത്രം കാര്യങ്ങളാണെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും അതേ സീരിയസിൽ അങ്ങനെ തന്നെ നിർവഹിക്കണം എന്നതാണ് ഹജ്ജ് എന്ന് പറയുന്ന ആ ഒരു മഹാകർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് കോംപ്രമൈസ് ഇല്ല. അവിടെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഹജ്ജിന്റെ ആ കഅബയുടെ ഹറമിന്റെ സ്ഥാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നിർണയിച്ചു കൊടുത്തു. അവിടെ ഒരു കാരണവശാലും അല്ലാഹുവിന് പങ്കുകാരും ഉണ്ടാവരുത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് താക്കീത് കൊടുത്തു. ആയത്തുകളൊക്കെ ഓതുന്ന സമയത്ത് ആ ആയത്തുകളൊക്കെ നമ്മൾ ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ ശരീരം ഒന്ന് വിറക്കും. ശരീരത്തിന് വല്ലാത്ത ഒരു അനുഭവം നമുക്ക് തോന്നും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ശക്തമായ താക്കീതോടുകൂടി മസ്ജിദുൽ ഹറമിന്റെ സ്ഥാനം അല്ലാഹു കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ ഭൂമിലോകത്ത് ആദ്യമായിട്ട് ആരാധന മസ്ജിദായിട്ട് അവിടെ നിർവഹിക്കപ്പെടുന്ന ഒരു സംഗമ ആ ഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലയുടെ വരവിന്റെ ആ സമയം വരെ എത്രയെത്ര വിഗ്രഹങ്ങളാണ് അവിടെ വീണ്ടും സ്ഥാപിതമായത്. അത് വല്ലാത്ത ബേജാറുണ്ടാക്കുന്ന, വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ താക്കീതാണ്, പാടില്ലെന്ന്. പക്ഷെ പിന്നീട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അത് പിന്നീട് മഹാവിഗ്രഹാരാധനയിലേക്ക് തന്നെ ആ സമൂഹം തിരിച്ചുപോയി എന്നത് ചരിത്രം സത്യമാണ്, സാക്ഷിയാണ്. ഇതാണ് ഇന്നും നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് അതിശക്തമായി പറയുന്നു, നിങ്ങൾ ചെറിയ ഒരു തരിമ്പ് പോലും അതിന്റെ വഴികൾ തുറന്നു കൊടുക്കരുത്. എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നിസാരമാക്കുന്ന ചില സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ശിർക്കിലേക്കുള്ള വഴിയാവുള്ളൂ, ശിർക്കാവൂല. അതിനൊരു ന്യായം പറയുന്നത്, ശിർക്കിലേക്കുള്ള വഴി തുറന്നു കൊടുത്തിട്ട് ശിർക്കാവൂല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഗൗരവമുള്ളതാണ്. കാരണം അത് പിന്നീട് മഹാ അപകടകരമായ എണ്ണം വെച്ച ശിർക്കിലേക്കാണ് അതിന്റെ പോക്കുകൾ എന്നത് ഇന്ന് എത്രയോ നമ്മുടെയൊക്കെ നാടുകളിലുള്ള ജാറങ്ങളിലും ദർഗകളിലും നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. അവിടെ നിന്ന് ഓരോ ആളുകളും ആ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളോട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ തൗഹീദിനെ കുറിച്ച് ബോധ്യമുള്ള ഒരാൾക്കും കണ്ണു നിറയാതെ അവിടുന്ന് മാറിപ്പോരാൻ സാധിക്കുകയില്ല. അത്ര അപകടകരമാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് ജാറങ്ങളിൽ പെട്ട് കിടക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയോ മുഹമ്മദ് റസൂലുള്ളാഹിയുടെയോ മില്ലത്തിലാണ് ഞങ്ങളെന്ന് പറയാൻ ഒരർഹതയുമില്ലാത്ത, എന്നാൽ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്ന വലിയൊരു ഭൂരിപക്ഷം ആളുകൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. ഇല്ലാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ആരോപിക്കുകയല്ല, ഇല്ലാത്ത ഒരു സംഭവത്തെ വലുതാക്കി പറയല്ല. മഹാഭൂരിപക്ഷം മുസ്ലിം ഉമ്മത്തും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പോലും, എന്താ ഞാൻ കേരളത്തിൽ പോലും എന്ന് പറഞ്ഞത്, തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും കർണാടകയുടെയും രാജസ്ഥാന്റെയും ഡൽഹിയുടെയും മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും ആസാമിലെയും ഒക്കെ മുസ്ലിങ്ങൾ, അവർക്ക് എന്താണ് ഇസ്ലാം എന്ന് അറിയാത്ത മുസ്ലിങ്ങളാ ബഹുഭൂരിപക്ഷം ആളുകൾ. മുസ്ലിമായിരുന്നു, പേര് നല്ല പേരുകളായിരിക്കും,
ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഖാദർ ഒക്കെ ഉണ്ടോ, വലിയ പേരൊക്കെ ഉണ്ടോ, പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്നതിനെ കുറിച്ച് ഒരു ബോധ്യവുമില്ല. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. കേരളത്തിൽ ധാരാളം പഠിക്കുവാനും കേൾക്കുവാനും സാഹചര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സാഹചര്യം മറ്റൊരു സ്റ്റേറ്റിലും ഇന്ത്യ രാജ്യത്തില്ല. എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, എന്താണ് വലാലത്ത്, ഇത് നിരന്തരം പറയുന്ന ഒരു സ്റ്റേജുകളോ വേദികളോ കേരളത്തിന് പുറത്ത് ഇതുപോലെയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ധാരാളം ഹക്കിനെ പഠിക്കുവാൻ മനസ്സിലാക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കെ, എന്നിട്ടും നമ്മുടെ നാട്ടിലെ പല ദർഗകളിലേക്കും പല ജാറങ്ങളിലേക്കും തീർത്ഥാടനം പോകുന്ന പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടുന്ന് ശക്തമായ താക്കീതോടുകൂടിയുള്ള വസിയ്യത്തായി പഠിപ്പിച്ചതാ, 3 സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ടത്. ഒന്ന് മസ്ജിദുൽ ഹറമാണ്, മക്കയിലെ ഹറമാണ്. രണ്ടൊന്ന് മസ്ജിദുൽ നബവിയാണ്, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മദീന പള്ളിയാണ്. ഒന്ന് ബൈത്തുൽ മുഖദ്ദസാണ്. ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കല്ലാതെ നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പോകരുതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ താക്കീതുണ്ടായിട്ട് പോലും നമ്മുടെ കേരളത്തിൽ എത്ര തീർത്ഥാടന കേന്ദ്രങ്ങളാ. ഓരോ പള്ളി മഹല്ലുകളിൽ നിന്നും ആ പള്ളിയിലെ ഉത്തരവാദിപ്പെട്ട ഉസ്താദുമാരാ പല യാത്രകളിലെയും അമീറുമാർ. ഏർവാടിയിലേക്ക് കൊണ്ടുപോകുന്ന എത്ര ഉസ്താദുമാരുണ്ട്, അജ്മീറിലേക്ക് കൊണ്ടുപോകുന്ന എത്ര ഉസ്താദുമാരുണ്ട്. നാഗൂരും മുത്തുംപേട്ടയും ഭീമാപ്പള്ളിയും കരുനാഗപ്പള്ളിയും കുഞ്ഞിപ്പള്ളിയും ഒക്കെ മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമെന്നാണ് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും പറയുന്നത്. അത് മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമാണ്. അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഒരു തീർത്ഥാടന കേന്ദ്രം ഇസ്ലാമിലില്ല. അജ്മീറിലേക്ക് തീർത്ഥാടനം പോവുക എന്നത് ഇസ്ലാമികമല്ല. അവിടെ നിന്നെന്തോ ഒരു പുണ്യം ഇങ്ങോട്ട് പ്രതീക്ഷിച്ചു പോയാൽ അവൻ മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിക്കാത്തവനാ, അല്ലാഹുവിന്റെ റസൂലിന്റെ താക്കീദിനെ സ്വീകരിക്കാത്തവനാ, റസൂലുള്ളാഹിയെ അനുസരിക്കാത്തവനാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ആ ഷഹാദത്തുകൾ പാലിക്കാത്തവനാണ്. എത്ര ഗൗരവമാണെന്ന് ആലോചിച്ച് നോക്കേണ്ടത്. എത്ര ഗൗരവമാണ് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. എന്നിട്ട് പോലും അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ എത്ര കേന്ദ്രങ്ങളെയാണ് സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മഹാരാഷ്ട്രയിൽ ഒരിക്കൽ ളുഹർ നമസ്കാരത്തിന്റെ സമയത്ത് ഞാനും എൻ്റെ ഒരു സഹോദരനും കൂട്ടുകാരനും ഞങ്ങള് ളുഹറിന്റെ സമയത്ത് ഒരു പള്ളി അന്വേഷിക്കുകയാണ്. അപ്പൊ വലിയ ഒരു കുപ്പ കണ്ടപ്പോ, പള്ളി, ഒരു മുസ്ലിം പള്ളിയുടെ ഒരു ചിഹ്നം കണ്ടപ്പോ അതിലേക്ക് ഇറങ്ങിപ്പോയി. താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോണം. അവിടെ ചെന്ന് നോക്കുമ്പോ നടയത്തൻ ഞങ്ങൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ വലിയ ഒരു വിഗ്രഹമാണ്. വലിയൊരു വിഗ്രഹത്തെയാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ നിൽക്കുന്നുണ്ട് അതിന്റെ പൂജാരികൾ, അതിന്റെ കാര്യങ്ങൾ കർമ്മം നിർവഹിക്കുന്ന ആളുകൾ. ഞങ്ങളവിടെ തിരിച്ചു വരുമ്പോൾ അയാൾ വിളിച്ചു, എന്താ നിങ്ങൾ തിരിച്ചു പോകുന്നത് ചോദിച്ചു. കാരണം അവിടെ യാതൊരു ബഹുമാനം പ്രകടിപ്പിക്കാതെ അത് കണ്ട് തിരിച്ചു വരുമ്പോൾ അയാൾ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ തിരിച്ചു പോകുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മസ്ജിദാണ്, മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രമാണെന്ന് വിചാരിച്ചിറങ്ങി വന്നതാണ്. അങ്ങനെ തന്നെ പറഞ്ഞു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അവിടെ നിന്നൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. ഞാൻ പറഞ്ഞത് മുസ്ലിം മസ്ജിദാണെന്ന് വിചാരിച്ച് വന്നതാണ്, നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ്. നിസ്കരിക്കാൻ ഇവിടെ സ്ഥലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിനടുത്ത് സ്ഥലം ഉണ്ടല്ലോ, ഒരു ചെറിയൊരു ചായ, ഒരു ആട്ടുകൂട് പോലത്തെ ഒരു ചെറിയ ചായ അപ്പുറത്താണ് നിസ്കരിക്കാൻ. പക്ഷേ ഈ വിഗ്രഹം സ്ഥാപിച്ചിടത്തോ വലിയ സൗകര്യമാണ്. എന്താ അവിടുത്തെ ആ സുഗന്ധങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ വലുതാണ്. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് നിസ്കരിച്ചെന്റെ നിസ്കാരം ഒന്നും സ്വീകരിക്കൂല, ഹറാമാണ് ഇവിടെ നിസ്കരിക്കുന്നതാണ്. അത് പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇത് ഉത്തരേന്ത്യയിലെ പല ദർഗകളുടെയും അവസ്ഥ. ജാറങ്ങൾ, മക്ബറകൾ, ദർഗകൾ, മസാറുകൾ എന്ന് അവർ പറയാം. മസാറുകൾ വേണ്ട പോലെ അവർ അതിന്റെ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ പള്ളികളുടെ കാര്യത്തിലോ നിസ്കരിക്കാൻ ആളുണ്ടാവില്ല. നിസ്കാരം പറഞ്ഞാൽ പ്രശ്നമില്ല, അങ്ങനെ സ്വഭാവം തന്നെ ഇല്ല. ജുമുഅക്ക് തന്നെ കഷ്ടിച്ച് എപ്പോഴെങ്കിലും ഒന്ന് പോയെങ്കിലായി എന്നതാണ് ഭൂരിപക്ഷം.
കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിനോട് നമ്മളത് നിരന്തരം പറയുന്നത്, മുസ്ലിങ്ങളുടെ ഇസ്സത്ത് എപ്പോ നഷ്ടപ്പെടുന്നോ അപ്പൊ നമ്മളെയൊക്കെ കാൽച്ചവിട്ടി താഴ്ത്താൻ, കാലടികൾക്ക് താഴെ തലവെച്ചു കൊടുക്കേണ്ടുന്ന ഗതികേട് മുസ്ലിം ഉമ്മത്തിന് വരും. ഇസ്സത്ത് പോയാൽ കഴിഞ്ഞു. ഇസ്സത്ത് നിലനിൽക്കുന്ന കാലത്തോളം ഒരുത്തരം നമ്മുടെ മുമ്പിൽ തല ഉയർത്തി നിന്ന് ആരടാ എന്ന് ചോദിക്കുവാനുള്ള അർഹത അവർക്ക് അമ്മ കൊടുക്കൂല. അതവർ കൊടുക്കൂല. ഇസ്സത്ത് ഉണ്ടോ, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാനുള്ള ആർജവം കൂട്ടരെ നമുക്ക് നഷ്ടമാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതീവ ഗൗരവത്തിൽ പറഞ്ഞ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് വല്ല വലഅലം ബഈദാ. ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവര് പിന്നെ ഒരിക്കലും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് എത്താൻ പറ്റുന്നതിനേക്കാൾ എത്രയോ വഴികേടിലാണ് അവൻ. ഇത് അവൻ അറിയുന്നുണ്ടോ? ഞാൻ വഴികേടിലാണെന്ന് ഈ ജാറങ്ങളിലേക്ക് ഈ നടന്നു പോകുന്ന ആളുകൾ, അവിടേക്ക് നേർച്ചപ്പെടുന്ന ആളുകൾ, അവിടെ പ്രശ്നങ്ങൾ പറയുന്ന ആളുകൾ, അവർ വിചാരിക്കുന്നുണ്ടോ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഞാൻ ബഹുദൂരമാണെന്ന്? ഇല്ല. അവർ വിചാരിക്കുന്നത് ഇവര് നമ്മൾ അല്ലാഹുവിന്റെ അടുത്ത് ഒന്നും കൂടി അടുപ്പിച്ചു വന്നതാണ്. അതായത് മുശ്രിക്കുകൾ പറയുന്നത് അല്ലാഹുവിന്റെ മക്കൾ ഞങ്ങളേക്ക് കൂടുതൽ അല്ലാഹുവിലേക്ക് ഇവരെ ഞങ്ങളെ അടുപ്പിക്കുന്നു എന്നാ മുഹമ്മദ് റസൂലുള്ളാഹിയോട് മക്കയിലെ ആ മുശ്രിക്കുകൾ ന്യായം പറഞ്ഞത്. മുഹമ്മദേ, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇവരെ ഞങ്ങൾ ഒരിക്കലും ആരാധിക്കുന്നില്ല, ഇവരോട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത് അല്ലാഹുവിന്റെ മക്കൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഇവർക്ക് പറ്റുള്ളൂ. ഇവരല്ലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുന്ന ആൾക്കാർ, ഏജന്റുമാർ, ഇടയാളന്മാർ. അങ്ങനെ ഒന്ന് എല്ലാവരും പഠിപ്പിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി 23 വർഷം ആ മക്കയിലും മദീനയിലും അല്ലാഹുവിന്റെ ആയത്തുകൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വന്നത്. ഇന്നും ഈ വർഷവും ഹജ്ജിന് പോയിട്ട് അവിടെ എത്തിയിട്ടുള്ള എത്ര ആളുകളാണെന്നറിയാം അവരുടെ ഹോട്ടലുകളിൽ ഇരുന്നിട്ട് മൗലൂദ് ഓതുന്നത്. മൗലൂദ് കിതാബുകൾ, മങ്കൂസും ഷറഫുൽ അനാം തുടങ്ങുന്ന കുത്തുബിയത്ത് പോലെയുള്ള കൊടും ശിർക്കിന്റെ വരികൾ മാത്രമുള്ള ആ വരികൾ മസ്ജിദുൽ ഹറമിന്റെ പരിസരങ്ങളിൽ ഹോട്ടലുകളിൽ താമസിക്കുന്ന, ഇനി മിനയിലെ തമ്പുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ തമ്പുകളിൽ ഇരുന്ന് പോലും ഈ ശിർക്കിന്റെ വരികൾ പാടി ആഘോഷിക്കുന്ന കേരളത്തിൽ നിന്ന് പോയ മുസ്ലിങ്ങളെ ധാരാളമായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. തിരിച്ച് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. വെറുതെ ഒരു ആരോപണം പറയല്ല, ഹക്കായിട്ട് പറയണം എന്നതുകൊണ്ട് മാത്രം ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് കൂട്ടരെ, ഈ ഹജ്ജിന്റെ മാസത്തിലും ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും അല്ലാഹുവിന്റെ താക്കീതുകൾ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ത്യാഗങ്ങൾ ഒരു അണുമണി തൂക്കം ഒഴിവാക്കാതെ പരിപൂർണമായിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി മാത്രമേ മഖബൂലായ മബ്റൂറായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അത് മുഴുവനും കേടുപാടുകൾ കൊണ്ട് ഒട്ടയായ അല്ലാഹുവിന്റെ മക്കൾ സ്വീകരിക്കപ്പെടാത്തതായി മാറും. അതുകൊണ്ട് ഈ കാര്യം ഗൗരവത്തോടുകൂടി പറയുന്നത്, ദുൽഹജ്ജ് 8-ന് ആ ഹാജിമാർ മുഴുവനും ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം. ഇഹ്റാമിൽ പ്രവേശിച്ച ഹാജിമാർ ദുൽഹജ്ജ് 9-ന് ളുഹറിന് മുമ്പായിട്ട് അറഫയിൽ വന്ന് അവിടെ അറഫയിൽ മുഹമ്മദ് റസൂലുള്ളാഹി കാണിച്ചു തന്ന ആ അതിനുള്ളിൽ തന്നെ അവർ എത്തിയിരിക്കണം. അതിന്റെ കുറച്ച് ഇപ്പുറത്ത് മാറി നിൽക്കാൻ പറ്റില്ല, അതിന്റെ തൊട്ടടുത്ത ഹോട്ടലുണ്ട്, പറ്റില്ല, അതിനപ്പുറത്ത് ഒന്നും പറ്റില്ല. അറഫയുടെ പരിധിക്കുള്ളിൽ തന്നെ ഇരിക്കണം. എന്നിട്ടോ അറഫയിൽ സംഗമിക്കുന്ന ഹാജിമാർക്ക് നോമ്പ് ഇല്ല. മുസ്ലിങ്ങൾക്ക്, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും യൗമുൽ അറഫയുടെ ദിവസം നോമ്പ് അതീവ ഗൗരവമുള്ള സുന്നത്തായ നോമ്പാണ്. എന്നാൽ അറഫയിൽ സംഗമിക്കുന്ന ഹാജിമാർക്ക് നോമ്പെടുക്കേണ്ടതില്ല. അവിടെ ളുഹർ ബാങ്ക് കൊടുക്കും. ളുഹർ ബാങ്ക് കൊടുത്താൽ ളുഹർ നമസ്കാരവും 2 റക്അത്തായിട്ട് ഖസറായിട്ട് നമസ്കരിക്കണം. എന്നിട്ട് അസ്റിനെ ളുഹറിലേക്ക് ജംഅ ചെയ്ത് 2 റക്അത്തായിട്ട് നമസ്കരിക്കണം. എന്താ
ബഹറിന് അവിടെ 4 റക്അത്ത് നിസ്കരിക്കാൻ സമയം എമ്പാടുണ്ടല്ലോ, എമ്പാടും സമയമുണ്ട് 4 റക്അത്ത് ബഹർ നിസ്കരിക്കാൻ. അസ്ർ വാങ്ങി കൊടുത്തിട്ട് അസ്ർ നിസ്കരിച്ചിട്ട് പോയാൽ മതി മുസ്തലിഫയിലേക്ക്. മഗ്രിബിന്റെ തൊട്ട് മുമ്പാണ് മുസ്തലിഫയിലേക്ക് പോകേണ്ടത്. എന്നാൽ പിന്നെ 4 റക്അത്ത് നിസ്കരിച്ചു. അതാ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ ബാങ്ക് കൊടുത്താൽ ളുഹറിന്റെ സമയമായാൽ ളുഹറിനെ നിങ്ങൾ ഖസറാക്കി 2 റക്അത്ത് നമസ്കരിക്കണം. അസ്റിനെ ആ ളുഹറിലേക്ക് ജംഅ ചെയ്ത് 2 റക്അത്തായി നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ നമ്മുടെ ചിന്തക്ക്, നമ്മുടെ ആലോചനക്ക്, നമ്മുടെ സൗകര്യത്തിന് അവിടെ യാതൊരു പഴുതുമില്ല, അവകാശമില്ല. എന്നിട്ടോ ഈ 2 നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഖതീബ്, അവിടുത്തെ ഇമാം ഖുതുബ നിർവഹിക്കണം. ആ വന്നിട്ടുള്ള ആളുകളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഹജ്ജത്തുൽ വിദാഇന്റെ റസൂലുള്ളാഹിയുടെ ഹജ്ജിന്റെ ആ ഖുതുബയെ വരും ഓരോ ഹാജിമാർക്കും ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആ ഖുതുബയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ആറഫയിലിരിക്കുന്ന ഹാജിമാർക്ക് ഖുതുബ അവിടെയുണ്ട്. അത് കഴിഞ്ഞാൽ മഗ്രിബിന്റെ തൊട്ട് മുമ്പായിട്ട് അവരവിടെ നിന്ന് പോകണം മുസ്തലിഫയിലേക്ക്. അവിടുന്ന് മഗ്രിബ് നിസ്കരിക്കാൻ പാടില്ല. പോകുന്ന വഴിയിൽ വാങ്ങി കേട്ടു, ഇഷ്ടംപോലെ വാങ്ങി കേൾക്കും. പോകുന്ന വഴിയിൽ മഗ്രിബ് നമസ്കരിക്കാൻ പാടില്ല. അവർ മഗ്രിബ് നമസ്കരിക്കേണ്ടത് മുസ്തലിഫയിൽ എത്തിയതിനു ശേഷം. എന്തേ? അതാണ് ഹുക്മ, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അവിടെ ചെന്നിട്ട് മഗ്രിബ് നമസ്കരിക്കണം. ഇശാഇനെ മഗ്രിബിലേക്ക് ജംഅ ചെയ്ത് 2 റക്അത്തായിട്ട് നമസ്കരിക്കണം. ഇനി എന്താ പണി? ഇനി അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങണം. അവിടെ കട്ടിലുണ്ടോ, പായുണ്ടോ, സോഫ സെറ്റ് ഉണ്ടോ? ഒന്നുമില്ല. താൻ ഉടുത്ത തുണിയും തന്റെ പുതച്ച ആ തുണിയും, സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ആ വസ്ത്രവും, തല മറച്ചൊന്നും ഉറങ്ങാൻ കൂടി പറ്റില്ല. തലങ്ങനെ പുതച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല ആണുങ്ങൾക്ക്. കാരണം ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ആളുകൾക്ക് തല മറക്കൽ ഹറാമാണ്. സഹോദരങ്ങളെ, എത്ര അത്ഭുതകരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ. എന്തേ പോലെ തല പുതച്ചാൽ പാടില്ല. അത് ഇഹ്റാമിൽ പറഞ്ഞ പാടില്ലെന്ന് പറഞ്ഞതിൽ പെട്ടതാ. അവിടെ കിടന്ന് ഉറങ്ങണം. ആരായി ഉറങ്ങുന്നവൻ? ആ ഉറങ്ങുന്നവൻ സമ്പന്നന്മാരുണ്ട്. ഒരു വീട്ടിൽ തന്നെ 10-ലധികം റൂമുകളും തനിക്ക് ഓരോ റൂമിനും സെപ്പറേറ്റ് എല്ലാ സൗകര്യങ്ങളുമുള്ള, എല്ലാ സമ്പന്നതയും തിളങ്ങി നിൽക്കുന്ന മനുഷ്യനും ആ മുസ്തലിഫയുടെ മണ്ണിൽ അവന് കിട്ടിയ സ്ഥലത്ത് അവൻ ഉറങ്ങണം. ഈ നാട്ടുകാരനാ സുഡാനിയ ദേശം മാറി കേട്ടോ. ഞാൻ ഖത്തറിയാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ സൗദിയാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഏതെങ്കിലും അറേബ്യൻ കൺട്രിയിലുള്ള അറബിയാണെന്ന് പറയാൻ പറ്റുമോ? ഒരു അറബിക്കും ഒരു അറബി അല്ലാത്തവനേക്കാൾ ഒരു വിഷയമില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാ. കറുത്തവനാ ലേശപ്പുറത്ത് ഇല്ല, വെളുത്തവരൊക്കെ വെളുത്തുള്ളൂ ഇല്ല. അറബി ഭാഷ, മറ്റേതെങ്കിലും ഭാഷയുടെയോ ദേശത്തിന്റെയോ വർണ്ണത്തിന്റെയോ സമ്പന്നതയുടെയോ ദാരിദ്ര്യത്തിന്റെയോ ഒന്നും വകഭേദങ്ങളെ കാണിക്കാൻ പറ്റാത്ത സൗഹൃദപരമായ ഹജ്ജ് പരസ്പരം പേരറിയില്ല. ആളുകൾ പരസ്പര ബഹുമാനത്തോടുകൂടി ഇവിടെ എത്തിയ സഹോദരനെ വേണ്ടുന്ന തരത്തിൽ സഹായിക്കാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു ദ്രോഹവും ഒരു മുടക്കവും എന്നിൽ നിന്നുണ്ടാവില്ലെന്ന പരിപൂർണ ഓർമ്മയോടുകൂടി കഴിയുന്ന ദിവസങ്ങൾ എത്ര അത്ഭുതകരമായിട്ട് കർമ്മമാണ്. ഇനിയും അവിടെ എത്തിയിട്ട് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഭവങ്ങളായ നമുക്കൊക്കെ അതിനുള്ള അവസരം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ജീവിതത്തിൽ അത് വല്ലാത്ത അത്ഭുതമായിരിക്കും. അല്ലാഹു നമ്മെ ആ വിഷയത്തിൽ എളുപ്പമാക്കി തരുമാറാവട്ടെ. ഇങ്ങനെ ഈ തരങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ആ പഠിപ്പിച്ചു കൊടുത്തതിനെ അതുപോലെ നിർവഹിക്കുക. അതുപോലെ നിർവഹിച്ച് അല്ലാഹുവിന്റെ കൽപ്പനകളെ അതുപോലെ ഞാൻ നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് എന്ന ഇബ്രാഹിം നബിയുടെ മില്ലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോഴാണ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആ ഇബ്രാഹിമിയ മില്ലത്തിലൂടെ നമ്മൾ പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ പ്രവേശിക്കുന്നത്.
തന്റെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നിസാരമെന്ന് കരുതി അള്ളാഹു നിശ്ചയിച്ച തീരുമാനിച്ച പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവില്ല. അത് മുഴുവനും അവിടെ വെച്ച് റബ്ബിനോട് അറഫയിലേക്ക് പറയാ. ജീവിതത്തിലുണ്ടായ മുഴുവൻ പാളിച്ചകളും ചെയ്തുപോയ എല്ലാ തെറ്റുകളും അല്ലാഹ് ഇവിടെ വെച്ച് നീ എനിക്കിത് പുറത്തു മാപ്പാക്കി തരണം. ഇനിമേൽ എന്റെ ജീവിതത്തിൽ മരണം വരെ നിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഒരിക്കലും അല്ലാഹുവേ എന്റെ പക്കൽ നിന്നുണ്ടാവുകയില്ലെന്ന പശ്ചാത്താപം. അതാണ് അറഫയിലെ പ്രധാനപ്പെട്ട ഇബാദത്ത്. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ കാര്യങ്ങളൊന്ന് എത്തണം എന്ന് ആഗ്രഹിക്കാത്ത ഏത് വിശ്വാസി ഉണ്ടാവുക? അല്ലാഹു ആ തലത്തിൽ ഏറ്റവും അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന, അല്ലാഹു കബൂലാക്കുന്ന, മഖ്ബൂലാവുന്ന, അല്ലാഹുവിന്റെ മുന്നിൽ ലഭിക്കുന്ന ആ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചു വരാൻ അല്ലാഹു നമുക്കും ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വിശ്വാസികൾക്കും അതിനുള്ള ആഫിയത്തും സൗകര്യങ്ങളും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ അതിന്റെ 32-ാമത്തെ വചനമാണ് അമുഖമായി ഓതി കേൾപ്പിച്ചത്. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അതായത് കാര്യം ഇതാണ്, ആരെങ്കിലും അല്ലാഹു നിശ്ചയിച്ച ചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് ആത്മാർത്ഥമായ ഹൃദയഭക്തിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ആദരവ് ഇതെല്ലാം റബ്ബിനോട് പറഞ്ഞതാണ്. റബ്ബിനോടുള്ള ആ ഒരു തഖ്വയോടും കൂടി ആ കാര്യങ്ങളെ മുഴുവൻ നോക്കിക്കാണുക. അവിടെ ഒരുപാട് അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ അവിടെയുണ്ട്, ഒരുപാട്. അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നതാണ്. അത് മുഹമ്മദ് റസൂൽ കൃത്യമായി പഠിപ്പിച്ചു തന്നതുമാണ്. ആ തന്നതിനെ അതുപോലെ സ്വീകരിക്കുക, അതിലില്ലാത്തതിനെ കൂട്ടി ഉണ്ടാക്കുക എന്നത് പാടില്ലാത്തതാണ്. അതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്, അതാണ് നമ്മൾ വർജിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ ഒരു വചനം വളരെ ശ്രദ്ധേയമാണ് ഈ സന്ദർഭത്തിൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ വിവിധ വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങൾ അന്യോന്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊരു വല്ലാത്ത അത്ഭുതമല്ലേ? മനുഷ്യർ മുഴുവനും ഒറ്റ ഗോത്രമായിരുന്നു, ഒരേ രൂപമായിരുന്നു, ഒരേ ഭാഷയായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിലെ അവസ്ഥ ആലോചിച്ച് നോക്കണേ. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم എന്നൊരു ആയത്ത് കാണാം സൂറത്തുൽ റൂമിൽ. ആയത്ത് ഓതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ നേരം അടുത്ത ആയത്തിലേക്ക് പോകില്ല, അടുത്ത ആയത്ത് ഓതാൻ വെക്കൂല. അത്രമേൽ ആലോചിക്കാൻ മാത്രമേ ഉണ്ട്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പും മനുഷ്യരെ നിങ്ങളുടെ വർണ്ണങ്ങളിലെയും നിങ്ങളുടെ ഭാഷകളിലെയും വൈവിധ്യങ്ങളും അല്ലാഹു ഉണ്ട് എന്നതിന് നിങ്ങൾക്ക് തെളിവാണെന്നാണ്. അല്ലാഹു ഉണ്ട് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള തെളിവാണെന്നാണ്. നിങ്ങളുടെ മനുഷ്യരുടെ വർണ്ണങ്ങൾ, കളറിലെ മനുഷ്യന്റെ ബോഡിയുടെ ആ സ്ഥിതിയുടെ വലുപ്പവും ചെറുപ്പവും കറുപ്പും വെളുപ്പും, ഭാഷയിലെ വൈവിധ്യങ്ങളും. ഭാഷയിലെ വൈവിധ്യമൊക്കെ വല്ലാത്ത അത്ഭുതമല്ലേ? നമ്മളിപ്പോ ഒരാളെ പറ്റി നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുക, ആളെ പറ്റി ഒരു സൂചന കൊടുക്കുക. എന്താ? കുറച്ച് പൊക്കമുണ്ട്, തടിയുണ്ട്, ഒരു കളറ് പറയും, പിന്നെ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സംസാരമല്ല എന്നും പറയും അല്ലെ? നമ്മുടെ നാട്ടിലൊരു സംസാരമാണ്. കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ തൃശ്ശൂരിലേക്ക്, കുന്നംകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ സംസാരത്തിന്റെ ആ ഒരു ശൈലി, ചങ്ങരകുളം, വളയംകുളം ഒക്കെ വ്യത്യാസമാണ്. കാസർഗോഡ്, കണ്ണൂരൊക്കെ ഭയങ്കര വ്യത്യാസമാണ്.
തലശ്ശേരി വേറെയാ, കോഴിക്കോട് വേറെയാ. ഭയങ്കര വ്യത്യാസമാണ് ഓരോ സ്ഥലങ്ങളിലേക്കും. നമ്മുടെ സംസ്ഥാനം കടന്നു കഴിഞ്ഞാലോ ഭയങ്കര വ്യത്യാസമായി. ഭാഷ വല്ലാണ്ട് മാറിപ്പോയി. കർണാടകയിലേക്ക് പോയാൽ വേറെ ഭാഷയായി പോയി അല്ലേ? നമ്മൾ മൊത്തത്തിൽ ഇവിടെ വന്നിട്ടുള്ള ഹിന്ദിക്കാരെ പറയാം ഹിന്ദിക്കാരെന്നാ. സത്യത്തിൽ ഇവര് എത്രയോ വ്യത്യാസമുള്ള സ്റ്റേറ്റുകളിലാണ്. ജാർഖണ്ഡുകാരെ കണ്ടാലും നമ്മൾ പറയും ബംഗ്ലാദേശികളാണെന്ന് പറയും, കൽക്കത്തക്കാരാണെന്ന് പറയും. ഈ സംസാരത്തിലെ മനുഷ്യന്റെ വൈവിധ്യങ്ങളിലൊക്കെയുമുള്ള വ്യത്യസ്തത അല്ലാഹു ഉണ്ട് എന്നതിന് തെളിവാണ്. അല്ലാഹു പറയുന്നത് നിങ്ങളെ എന്തിനാണ് അങ്ങനെ വ്യത്യസ്ത ഗോത്രങ്ങളും ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അന്യോന്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊരു വല്ലാത്ത അത്ഭുതമുള്ള വാർത്തകളാണ്. അള്ളാഹ്ക്ക് അത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അള്ളാഹു മാത്രമേ അത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അള്ളാഹു പറഞ്ഞത് വലിയ ഗൗരവത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഞാന് ഇന്ന ഗോത്രത്തിന്റെ തറവാട്ടുകാരനോടൊന്നും പറയണ്ട, ഞാൻ ഇന്ന സമ്പന്നനാ, ഇത്ര സൂപ്പർ മാർക്കറ്റ് എനിക്കുണ്ട്, കോട്ടക്കല് ഇത്രയുണ്ട്, അതൊന്നും നിങ്ങൾ പറയണ്ട. അതൊന്നും അർഹതയില്ല. അള്ളാഹുടെ അടുത്ത് അതൊന്നും പ്രത്യേകമായിട്ടൊരു അർഹതയില്ല. ഉള്ള അർഹത നിങ്ങളിൽ നിന്ന് ഏറ്റവും തഖ്വയോടുകൂടി അല്ലാഹുവിലേക്ക് എത്തുന്നവൻ ആരാണോ അവർക്ക് പരിഗണന ഉണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പരിഗണന അങ്ങനെയാണ്. അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾ ഏറ്റവും പരിഗണനയുള്ളത്, ആദരണീയനാകുന്നത് നിങ്ങളിൽ കൂടുതൽ ഭയഭക്തിയുള്ളവരാണ്. ഇതാണ് ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് പറയാനുള്ളത്. ഇത് ജാതീയതയുടെ പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, വേടനെ പോലും അല്ലെ. എന്തൊക്കെയാണ് ഒരാള് അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും അദ്ദേഹത്തിന്റെ പാട്ടുകളും ഇതിനോടൊന്നും പരിപൂർണമായിട്ട് നമുക്കൊന്നും യോജിപ്പില്ല. അത് അവന്റെ സ്വാതന്ത്ര്യമാണ്. അവന്റെ പാഠങ്ങൾ അവൻ പാടട്ടെ. ഈ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ രാജ്യത്ത് അവന്റെ ജീവിത ശൈലിയിൽ അതീവ ഗുരുതരമായ അപകടകരമായിട്ടുള്ള ശൈലി അവനുണ്ട്. പക്ഷെ എന്നാലും ഒരു ദളിതൻ, ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുത്തരെന്ന നിലയിൽ എന്തൊക്കെ വിഷമമാണ് ഈ കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായി ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഇന്ന ആൾക്ക് ഇന്നലെ പാടാൻ പാടുള്ളൂ, ഇന്ന ആൾക്ക് ഇന്നലെ വായിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എല്ലാവരും ഇവിടെ സമന്മാരാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും അല്ലാഹുവിന്റെ പക്കൽ ദറജയുള്ളവർ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ ഭയഭക്തി കാണിക്കുന്നവരാ, സൂക്ഷ്മത കാണിക്കുന്നവരാ. അല്ലാഹു എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവരും സർവജ്ഞനുമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. നല്ല രസമാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവസാനം. ഓരോ ആയത്തും അവസാനിക്കുമ്പോൾ അതിനൊരു വല്ലാത്ത അത്ഭുതം വെച്ചിട്ടാ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആയത്തുകളൊക്കെയും അവസാനിക്കുക. അത് മാത്രം നമ്മളിങ്ങനെ ഒന്ന് അന്വേഷിച്ച് ഖുർആൻ ഓതാനിരുന്നാൽ നമുക്ക് ഈ ലോകത്ത് വേറെ ഒന്നും ഇഷ്ടമായി തോന്നില്ല. നമുക്ക് പലതും ഇഷ്ടമുണ്ടല്ലോ, പല കമ്പങ്ങളുണ്ടല്ലോ. ആ കമ്പങ്ങളൊക്കെ നമുക്ക് ഈ ഖുർആനിലേക്ക് വരും. ഖുർആനിലെ ആയത്ത് നമ്മൾ അവസാനിപ്പിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത അത്ഭുതങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിനെ കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും മുസ്ലിങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകിയിട്ടും ഇനി മുശ്രിക്കുകളായി മരിച്ചു പോവാതെ മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി, മുത്തഖീങ്ങളായി സ്വർഗ്ഗം ലഭിക്കുന്ന അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങളിൽ ഈ ലോകത്ത് ജീവിക്കുവാനും മരണാനന്തരം അല്ലാഹു നമ്മളെ പരിഗണിക്കുവാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ, ഹറമിൽ എത്തിയിട്ടുള്ള ആളുകൾ, ഇനിയും എത്താനിരിക്കുന്ന ആളുകൾ, എല്ലാവർക്കും സമാധാനത്തോടുകൂടി അവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊന്നും അവരുടെ ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ അവരുടെ എല്ലാ കർമ്മങ്ങളും ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി മനസ്സറിഞ്ഞ് ചെയ്ത് തിരിച്ചു വരുവാനുള്ള തൗഫീഖ് നൽകിയ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നിലയിലും ആ മഹാസംഗമഭൂമി സമാധാനത്തിൻ്റെതായി അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.